ഇന്ന് 25/2/2026. സമയം ഇപ്പം 2 മണിയായി ഉച്ചയ്ക്ക്. ഞാനിപ്പോൾ ഇരിക്കുന്നതേ കടകത്താണ് കേട്ടോ. കടകം എന്ന് പറയുന്നത് പണ്ടകശാല, ചിറയൻകീഴ് പണ്ടകശാല കടവിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടനെ ചെറിയ കൂടിൽ ഇര വെച്ചിട്ട് ഞണ്ട് പിടിക്കുന്ന നമുക്കൊരു കാഴ്ച കാണാം. ഞണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. ഇന്ന് 25/2/2026. ഞാനിപ്പോൾ ഇരിക്കുന്നതേ പണ്ടകശാല കടവിലാണ് കേട്ടോ. ഇവിടെ നമ്മളെ പാലീസ് എന്ന് പറയുന്ന ജോയി ചേട്ടൻ അതുകൊണ്ട് ഞണ്ട് പിടുത്തത്തിൻ്റെ പരിപാടിയിലാണ്. രാവിലെ പുള്ളിക്കാരനാണെങ്കിൽ ഒരു 2 മണിക്ക്, പാതിരാത്രി 2 മണിക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് പുള്ളിക്കാരന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഞണ്ടാണ് കിട്ടിയത്. അപ്പോൾ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിയായി കേട്ടോ. ഉച്ച കഴിഞ്ഞ്. അപ്പോൾ ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇരയൊക്കെ ഇട്ട് ഇരയെല്ലാം ഇട്ട് ഞണ്ട് പിടിക്കാൻ വേണ്ടിയെല്ലാം താത്തൊക്കെ ഇട്ടിട്ടുണ്ട് പല പല സ്ഥലത്തായിട്ടേ. ഇപ്പോൾ അത് നോക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് പുള്ളിക്കാരനെ. നോക്കാം, എന്തായാലും കിട്ടുന്നുണ്ടെങ്കിൽ കൂടെ നോക്കാം. വലുതായിട്ടൊന്നും തടയണ കോളൊന്നുമില്ല കേട്ടോ. പാവം ഇന്നലെ രാത്രിയിൽ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇരയായിട്ട് ഈ ഞണ്ട് പിടിക്കാനുള്ള സാമഗ്രി ഇതിന് താത്തു വയ്ക്കും കേട്ടോ, ഇരയായിട്ടേ. പക്ഷെ ഒന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്തെല്ലാം നോക്കാണ്ടി പോയതാണ്. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ട പെടാപ്പാടാണ്. പണ്ടൊക്കെ ഈ കായൽ നല്ല മത്സ്യസമ്പത്ത് കൊടുക്കുന്നു, ഞണ്ടായിട്ടും മീനായിട്ടും. ആ ചേട്ടൻ കുറച്ച് മുമ്പ് എൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പം കായലിലും ഒന്നുമില്ല, കടലിലും ഒന്നുമില്ല. അതായത് ദൈവം തരുന്ന സമ്പാദ്യമാണ് ഇതെല്ലാം. പ്രകൃതി എന്ന് പറയണത് തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രകൃതിയെ നമ്മൾ തന്നെ ചൂഷണം ചെയ്യാൻ നേരത്ത് എല്ലാം ദൈവം തന്നെ തിരിച്ചെടുക്കുന്നെന്നാണ് ചേട്ടൻ പറയുന്നത്. സത്യമുള്ള കാര്യമല്ലേ. നമുക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ളത് തന്നെ. പക്ഷേ ഇപ്പം എല്ലാം ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടേ ദൈവം തന്നെ എല്ലാം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴേ നമുക്ക് ഓരോരുത്തരുടെ കഷ്ടപ്പാട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇന്ന് കാര്യമായിട്ടൊന്നും തടഞ്ഞുകൊള്ളില്ല കേട്ടോ. കാരണം ഞണ്ടിനെ പിടിക്കാനുള്ള കൂടാണ് അവിടെ വെച്ച് താഴെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇരയും വെച്ച് കൂട് താഴെ ഇട്ടേക്കും. പക്ഷെ അതിനകത്തൊന്നും ഞണ്ടൊന്നും പിടിച്ചിട്ടില്ല. ഇനി ചേട്ടൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാ കൂടും എടുക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ തോറ്റൊന്നും മടങ്ങുന്നില്ല കേട്ടോ. ഒന്നും കൂടെ വീണ്ടും കൂട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീട്ടിലെന്തെങ്കിലും കൊണ്ട് ചെല്ലണ്ടേ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുള്ള പ്രതീക്ഷയിൽ വീണ്ടും നോക്കുകയാണ്. ചേട്ടന് ഒരു ഞണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കെട്ടിക്കൊണ്ടിരിക്കുന്നു.
ജോയി ചേട്ടൻ ഏതാണ്ട് 4 ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 4 ഞണ്ട് തണ്ട കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്ക് ഇറങ്ങിയതാണ്. രാത്രി 2 മണിക്ക് ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണ്. കിട്ടിയ 4 ഞണ്ട്. ഇത് പാർട്ടിക്ക് കൊടുത്തു കേട്ടോ. ഇത് വേറെ ഒരു കവറിലായിക്കണം കേട്ടോ. അങ്ങനെയല്ല കെട്ടണ. ഫോട്ടോ എടുത്തിട്ടോ. അത് നൂത്തൂത്താണ്. ഹലോ, ഇതിന്റെ പല്ല കടിയാക്കരുത് കേട്ടോ. ഏട്ടാ പോയി കെട്ട് ലൂസാ പോയി. പാലിസ് എന്ന് വിളിക്കുന്ന ജോയി ചേട്ടനെ ഇന്നലെ രാത്രിയിൽ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചെറിയ വള്ളത്തിൽ ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഞണ്ട് പിടിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് കൂട് വെച്ചാണ് കേട്ടോ. കൂടിൽ ഇര പിടിച്ചിട്ട് ചെറിയ നൂല് എന്ന് പറഞ്ഞ മീനുണ്ട്. അപ്പോൾ അത് പിടിച്ച് ഇതിൽ കെട്ടി വയ്ക്കും. ഈ കൂടിനകത്ത് കെട്ടി വെച്ചിട്ട് ആ കൂട് വെള്ളത്തിൽ താക്കും. അങ്ങനെ 10-12 കൂടുണ്ട് ആ ചേട്ടൻ്റെ കയ്യിലേ. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ ഇന്നലെ രാത്രി മുതൽ മീൻ പിടിച്ച് ആ ഇര കെട്ടി വെള്ളത്തിലിട്ട് അപ്പോഴപ്പോഴും പോയി നോക്കും. ഇന്നലെ രാത്രി 2 മണിക്ക് ഇറങ്ങിയിട്ട് ഇന്ന് അതേ സമയമായി. ഉച്ചയ്ക്ക് 2 മണിയായി. ആ ചേട്ടനാണെങ്കിൽ ആഹാരം പോലും കഴിക്കാതെ കിടന്ന് കഷ്ടപ്പെട്ട് കിട്ടിയ ഫലമെന്ന് പറയുന്നത് 4 ഞണ്ടാണ് കിട്ടിയത്. ആകെ കിട്ടിയത് 4 ഞണ്ടാണ്. അപ്പം ആ 4 ഞണ്ട് കൊടുത്തതാണെങ്കിൽ 300 രൂപയ്ക്ക്. ഇവിടെ നിന്ന് തന്നെ ഒരു പാർട്ടി ഒന്ന് വാങ്ങിച്ചേട്ടാ. അപ്പം 300 രൂപയാണ് അതിന് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണത്. ആ ചേട്ടൻ പറയുന്നു മുമ്പൊക്കെ എന്ന് വെച്ചാൽ നല്ല കൈ നിറയെ മീൻ കിട്ടുമെന്ന്. കൈ നിറയെ ചാക്കറായി മീനും കിട്ടും, കൈ നിറയെ പണവും കിട്ടുമെന്ന്. പക്ഷെ ഇപ്പം മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കായലിലും ഇല്ല, കടലിലും ഇല്ല. ആ ചേട്ടൻ തന്നെ പറയുന്നു നല്ല രീതിയിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞണ്ടുമില്ല, മീനുമില്ല. ജീവിക്കാനൊക്കെ ഓരോരുത്തർ പെടാപാട് പെടുന്നതേ. എങ്കിലും അവരുടെയൊക്കെ അധ്വാനങ്ങൾ അവർ അധ്വാനിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ അധ്വാനമാണ്. ഇന്നലെ രാത്രി 2 മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുള്ള അധ്വാനമാണ്. 4 ഞണ്ട്. ഓരോരുത്തരുടെയൊക്കെ ജീവിതങ്ങളെ പടച്ചവനെ.